ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ജുജുത്സു കൈസൻ സീസൺ 3 എപ്പിസോഡ് 9 ആയിട്ടാണ്. മുന്നത്തെ വീഡിയോയും കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരിക. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഈ കള്ളിങ് ഗെയിമിൽ 100 പോയിന്റ് തികഞ്ഞിട്ടുള്ള കാശിമോനെ ഹിഗുറാമേനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂജി മിഗൂമിയും കൂടെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. സൈഡിൽ ഒരു പെൺകുട്ടി കണ്ണ് തുറക്കുന്നുണ്ട്. കണ്ണ് തുറക്കുമ്പോൾ തന്നെ കാണുന്നത് കെഞ്ചാക്കോനെയാണ്. കെഞ്ചാക്കോളോട് പറയുന്നത് എന്താ വെച്ചാൽ, നിനക്ക് വേണമെങ്കിൽ കള്ളിങ് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നീ ഇപ്പോൾ ഭാര്യന് പുറത്താണുള്ളത്. നിനക്ക് ഉടനെ തന്നെ ആ ബാരിയറിനുള്ളിൽ കടന്ന് കള്ളിങ് ഗെയിമിലേക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ കെഞ്ചാക്കോ ആ പെൺകുട്ടി ആകെ അതിശയത്തോടെ നിൽക്കുന്നുണ്ട് കെഞ്ചാക്കോനെ കണ്ടിട്ട്. അപ്പോൾ തന്നെ കെഞ്ചാക്കോ അവളുടെ കൈമ തൊടുന്നുണ്ട്. അപ്പോൾ തന്നെ അവൾ തന്നെ ആ കിടക്കിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്നിട്ട് കെഞ്ചാക്കോ അവൾക്ക് ആ ബാരിയർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് കളറുള്ള സാധനമാണ് ബാരിയർ എന്നറിയുന്നത്. ഈ ബാരിയർ എന്ന് 4 കോളനീനെ കവർ ചെയ്യാൻ പറ്റുന്ന ശേഷിയുണ്ട്. അങ്ങനെ ഹക്കാരിയും പാണ്ഡെ യൂജി മിഗൂമിയും കൂടെ ഈ കള്ളിങ് ഗെയിമിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി പങ്കെടുക്കുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്. കാരണം ഏഞ്ചലിനെ കണ്ടെത്തിയാൽ മാത്രമേ ഗോജോനെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കള്ളിങ് ഗെയിമിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവരൊരു ഫേക്ക് നെയിം ആണെന്നത് അസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ 4 ആളും, അതായത് പാണ്ഡെയും മിഗൂമിയും ഈ ഹക്കാരിയും യൂജിയും കൂടെ കള്ളിങ് ഗെയിമിലേക്ക് നേരിട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഹക്കാരി കിരാരനോട് പറയുന്നുണ്ട്, കിരാര, നീ എപ്പോഴും ബാരിയറിന് പുറത്ത് വേണം. കാരണം ഒരു ബാക്കപ്പ് ടീമിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാണ്ഡെ ഹക്കാരിയും കൂടെ ടീമാവുന്നുണ്ട്. അതേപോലെ തന്നെ യൂജി മിഗൂമിയും കൂടെ ഒരു ടീമാവുന്നുണ്ട്. എന്നിട്ട് ഇവർ 2 സൈഡിൽ കൂടെ നിന്നിട്ട് കള്ളിങ് ഗെയിമിലേക്ക് എൻ്റർ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു ലേഡീനെയും ഒരു ബോയിനെയും കാണിക്കുന്നുണ്ട്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കള്ളിങ് ഗെയിമിലേക്ക് എത്തുന്ന പ്ലേയേഴ്സിനെ ഡിഫീറ്റ് ആക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ യൂജി മിഗൂമിയും കൂടെ കള്ളിങ് ഗെയിമിലേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ യൂജി മിഗൂമി ഇറങ്ങി അപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും സ്പ്ലിറ്റ് ആകുന്നുണ്ട്. പക്ഷേ യൂജി പോകുന്ന സമയത്താണ് നേരത്തെ കണ്ട ആ പയ്യനെ കാണുന്നത്. അവൻ പെട്ടെന്ന് ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവരെന്താ സിഗ്നൽ കാണിക്കുന്നത് യൂജി നോക്കി നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരുത്തം വന്നിട്ട് ഒരു പെണ്ണ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ കണ്ട ആ പെണ്ണില്ലേ, ആ ഒരു അടി യൂജിക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂജിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ്റെ ബോഡി റിക്കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളെ ഒരൊറ്റ അടിക്ക് തന്നെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരുത്തൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആരാണ് എൻ്റെ പെണ്ണിനെ തൊടുന്നതെന്ന് ചോദിച്ചിട്ട്. അവൻ്റെ തലയിലാണെങ്കിൽ ഒരു പ്രൊപ്പലറൊക്കെ ഉണ്ടായിരുന്നു. സീനിൽ നമ്മുടെ മിഗൂമി ഒരു പെണ്ണിനെ അടിച്ച് തോൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഹിഗുറാമേനെ അറിയാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ പെണ്ണ് പറയുന്നുണ്ട്, എടാ ചെക്ക, നീ എന്നെ ഇങ്ങനെ നോക്കാതെ, എനിക്ക് നാണം വരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മിഗൂമി ഓ സോറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മിഗൂമി ഇക്കാര്യം ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണ് പറയുന്നുണ്ട്, ഓക്കെ, എനിക്കറിയാം ഹിഗുറാമ എവിടെയുണ്ടെന്ന്. പക്ഷേ നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണം. നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ കാര്യമൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് അറിയുന്നുണ്ട്. അപ്പം മിഗൂമി ഓക്കെ, എങ്ങനെയെങ്കിലും സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. അടുത്ത സീലാണെങ്കിൽ നമ്മുടെ യൂജിയും മറ്റേ പ്രൊപ്പലറുള്ള തലയിനും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. യൂജി ആണെങ്കിൽ അടിച്ചടിച്ചിട്ട് അവനെ പഞ്ചറാക്കുന്നുണ്ട്. എന്നിട്ട് അവനെ മാക്സിമം അവൻ്റെ എഫേർട്ട് എടുത്തിട്ട് അവനെ ഇടിച്ചിടിച്ച് അവൻ്റെ തലയെ അവനെ പ്രൊപ്പലറും കൂടെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഈ ബോധം പോയതിനോട് എങ്ങനെ ഹിഗുറാമനെ കുറിച്ച് ചോദിക്കുന്നു നോക്കി നിൽക്കുമ്പോണ്ട് ആ ചെക്കല്ല നേരത്തെ സിഗ്നൽ കാണിച്ച് ആ ചെക്കൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരാം നിനക്ക് ഹിഗുറാമനെ കുറിച്ചെന്ന് പറഞ്ഞിട്ട് അവനവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ യൂജി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ അറിയാവുന്നു. അപ്പോൾ തന്നെ ആ പയ്യനും പറയുന്നുണ്ട്, അതെ, നിങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അവനൊരു നിക് നെയിം പറയുന്നുണ്ട്. അത് പറഞ്ഞത് യൂജിക്കൊക്കെ എന്തോ പോലെയാണെന്നുണ്ട്. അപ്പോൾ യൂജിക്ക് പറയുന്നുണ്ട്, ഓ ഇവൻ എന്നെ അറിയാം, എന്തായാലും ഇവനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് യൂജി ചെക്കനെ കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ മിഗൂമി ആ പെണ്ണിനെയും യൂജി ആ ചെക്കനെയും കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ തന്നെ ഇവർ രണ്ടുപേരും ഹിഗുറാമയായിട്ടും ചോദിക്കുന്ന സമയത്ത് രണ്ടുപേരും 2 സ്പെസിഫിക് ലൊക്കേഷനാണ് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ യൂജിൻ്റെ ഒപ്പം കണ്ട ആ ചെക്കനിലെ ആ ചെക്കൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഇവൻ ജൂനിയർ ഹൈയിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും പേടിക്കുന്ന ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അവരെ പേടിച്ചാണ് ഇവൻ ആ ഗ്യാങ് തന്നെ ചേരാൻ തന്നെ തീരുമാനിച്ചത്. പക്ഷേ ഈ ഗ്യാങ്ങിലുള്ളവർ തന്നെ ഇവനൊരു ടോർച്ചർ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് യൂജി ആദ്യമായിട്ട് ഇവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആ യൂജി എന്ത് ചെയ്യുന്നതാണ്, ആ ഗ്യാങ്ങിലുള്ള എല്ലാത്തിനെയും അടിച്ചു ഒതുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ടത് ഈ ചെറുക്കന് യൂജിനോട് വളരെ ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഇവന് യൂജിനെ പരിചയപ്പെടുന്നത് തന്നെ. അങ്ങനെ ഈ മിഗൂമിൻ്റെ അടുത്തുള്ള ഈ പെണ്ണും ഈ യൂജിൻ്റെ അടുത്തുള്ള ഈ ചെക്കനും കൂടെ 2 പേർക്കും 2 ലൊക്കേഷനാണല്ലോ കാണിച്ചു കൊടുത്തത്. അങ്ങനെ ഈ മിഗൂമിൻ്റെ അടുത്തുള്ള ഒരു പെണ്ണ് ഒരു സ്ഥലത്തേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ മിഗൂമി പോയ സമയത്ത് പകരം ഹിഗുറാമിനെയല്ല കണ്ടത്, റെജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ക്യാരക്ടറിനെയാണ് അവന് കാണാൻ പറ്റിയത്. ഒരു പെണ്ണിൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ആളുകളെ കൺവിൻസ് ചെയ്തിട്ട് ഈ റെജീൻ്റെ മുന്നിൽ എത്തിക്കുക എന്നതാണ്. അങ്ങനെ മിഗൂമി റെജിയും തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങുന്നുണ്ട്. അങ്ങനെ യൂജി ആ ചെക്കനെയും കൊണ്ട് എത്തിയത് ഒരു ബാത്ത് കിടക്കുന്ന ഒരാളെടുത്തേക്കാണ്. അയാളാണ് ശരിക്കും ഇവർ പറഞ്ഞിട്ടുള്ള ഹിഗുറാമ എന്ന് പറഞ്ഞ ആള്. ഇയാളെയും കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ആകുന്നത്.